ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബസ് യാത്രയാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് പനമരത്താണ്. പനമരത്ത് നിന്ന് ദാസനക്കര അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതുവഴി പുൽപ്പള്ളിയിലേക്ക് പോകുന്നൊരു പ്രൈവറ്റ് ബസ്സിന് യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. ഞാനിപ്പോൾ പനമരം ടൗണിലാണുള്ളത് അല്ലേ. പനമരം ടൗൺ ബസ് സ്റ്റാൻഡ് ഇവിടെ മുന്നിൽ തന്നെയാണ്. ഇവിടുന്ന് ആ വഴിക്ക് പ്രൈവറ്റ് ബസ് സർവീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ബസ്സിന് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തീരുമാനം. പനമരം പുൽപ്പള്ളി ഈ ബസ്സാണോ? അതല്ല, ദാസനക്കര വേലിയമ്പം നടവയല്ല, അതല്ല, എല്ലാം തോന്നും. ഇറങ്ങിയ പാടെ ഒരു ബസ് പോയി. പക്ഷെ അതിൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തിൻ്റെ പേരില്ല. ഇതൊരാൾ നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് നമുക്ക് ഈ വഴി. അപ്പോൾ ഇത് ദാസനക്കര അങ്ങനെ എന്തൊരു സ്ഥലമുണ്ട്. അതുവഴി പോകുന്ന ബസ്സിന് കയറണം എന്നാണ്. ഞാനിപ്പോൾ പോയ ബസ്സിൽ നോക്കിയപ്പോൾ ദാസനക്കര എന്നുള്ള ബോർഡ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല. ഇനി അടുത്ത ബസ് ഇവിടെ വരുമോ നോക്കാം. അതാണ് പനമരം ബസ് സ്റ്റാൻഡ്. ചെറിയ ബസ് സ്റ്റാൻഡാണ്. ഈ ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ ഉണ്ട്, അതെല്ലാം ഗവൺമെൻറ് ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ട്. മാനന്തവാടിയൊക്കെ പോകുന്ന ലോങ് സർവീസ് ബസ്സെല്ലാം പോകുന്ന റൂട്ടാണ്. പക്ഷേ അതിൻ്റെ അകത്തേക്ക് കയറില്ല. എല്ലാ റോട്ടിൽ നിന്നിട്ട് നാളെ ഇറക്കി കയറ്റിയാണ് പോകുന്നത്. ഇതുവഴി വരുന്നത് ഈ ലോക്കലിൽ ഇവിടുന്ന് ഇൻറ്റീരിയറിൽ പോകുന്ന ബസ്സുകളൊക്കെയാണ് ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മൾ പോകുന്നത് വലിയ ലോങ് ജേർണി അല്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ നല്ല സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ റൂട്ടിനൊന്ന് പോയി നോക്കാം നമുക്ക്. ബസ് എപ്പോഴാണെന്നുള്ളത് അന്വേഷിച്ച് നോക്കട്ടെ, ചോദിച്ചോ. ഇത് പുൽപ്പള്ളി പോവോ? അപ്പോൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് ദാസനക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയതിൻ്റെ ശേഷം അവിടുന്ന് വേറെ ബസ് കയറി വേണം അത്ര പോകാൻ. ഓക്കെ, അപ്പോൾ എന്താണ് കൊളപ്പള്ളിയിൽ നിന്നാണ് ബസ്സിൻ്റെ പേര് വന്നത്. അപ്പോൾ നമുക്ക് ഈ ബസ്സിൽ കയറാം. ഓക്കെ, ബസ് കുറച്ചിങ്ങോട്ട് നീങ്ങിയിരിക്കുമോ? ഇവിടെ ഇരുന്നോട്ടെ, അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോ. ഓക്കെ ഓക്കെ. എന്താ ബ്ലോഗ് ചെയ്യാൻ? അപ്പോൾ നമുക്ക് സീറ്റെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. എന്താ പേര്? ബിനീഷ്. നിങ്ങളെ പേരോ? അംജിത്ത്. അപ്പോൾ ബിനീഷ്, അംജിത്ത്, ഇവർ രണ്ടുപേരാണ് നമ്മുടെ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ അങ്ങോട്ട്? ഇവിടുന്ന് ദാസനക്കരയ്ക്ക് 10 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ, അവിടുന്ന് വേറെ ബസ് കയറി പോകണം. ഓക്കെ, ദാസനക്കര ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ ബസ് കയറി നമുക്ക് പുൽപ്പള്ളിയിലേക്ക് പോകണം. ത്രൂ ആയിട്ടുള്ള ബസ് ഇന്നില്ല. അത്രയാണ് വ്യാഴം എന്നൊക്കെ ആയതുകൊണ്ട് ബസ്സുകൾ കുറച്ച് കുറവാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കണക്ഷൻ ബസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ പോകാം. എന്തായാലും ആ റൂട്ടിനെ പോകുന്നത് ബസ്സൊന്ന് മാറി കയറേണ്ടി വരുന്നേ ഉള്ളൂ. കുറച്ച് നേരം ഇവിടെ വെയിറ്റിംഗ് ഉണ്ടാവും ആളാവാൻ വേണ്ടി. 5 മിനിറ്റ് വെയിറ്റിംഗ് കഴിഞ്ഞ് പുറപ്പെട്ടു. റോഡ് നേരെ പോകുന്നത് മാനന്തവാടിയാണ്. നമ്മൾ ഇവിടെ നിന്നിട്ട് ഇടയിൽ ഈ കേണിച്ചിറ ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട്, സുൽത്താൻ ബത്തേരി. ആ റോഡിന് കയറിയിട്ടാണ് അവിടേക്ക് പോകുന്നത്. ഒരു മെയിൻ റോഡാണോ എന്നുള്ളത് എനിക്ക് അതിൽ പോകുമ്പോഴേ അറിയുള്ളൂ. ഇതാണ് പുഞ്ചവയൽ. പുഞ്ചവയൽ എന്ന് പറയുന്നത് മുന്നോട്ട് പോകണോ? ഇതുവഴിയുള്ള റോഡ് കുറച്ച് കംപ്ലൈൻ്റാണ്. കംപ്ലൈൻറ്റ് വെച്ചാൽ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പണി പൂർത്തിയായിട്ടാണ് തോന്നുന്നത്. ബ്രിഡ്ജിൻ്റെ വർക്കാണ് തോന്നുന്നത്. ഇതാണ് പുഞ്ചവയൽ. അല്ലല്ല
അടുത്ത അവിടെ നിന്നാണ് അത് തിരിഞ്ഞു പോകുന്നത്. അവിടെ തിരിഞ്ഞു പോകുന്നത്. ആ കുറുവാതി റോഡ് അല്ലേ? ഫോറസ്റ്റാ? ഈ ബസ് പോകുന്ന റോഡ് ഫോറസ്റ്റാ? കുറുവാതി പോകുന്നല്ലേ? ആ ഏത് ദാസന ഏത് ഇവിടെ നല്ല വ്യൂ ആണ്. എൻ്റെ വീട് ഹോം സ്റ്റേ. കാപ്പി, കുരുമുളക് എല്ലാം ഉണ്ട് ഇവിടെ. പുഞ്ചവയലല്ലേ? ഇടത്തോട്ട് തിരിഞ്ഞാ നമ്മളെ പുഞ്ചവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ ദാസനഗര എന്ന ഭാഗത്തേക്ക് പോകുന്നത്. ഇതാ ഭാഗത്തുനിന്ന് ദിവസം ദാസനക്കര പനമരം. ഈ ദാസനക്കര പനമരം മാത്രം പോയിന്റാ? 2 ബസ്സാണ് ഇവിടെ. ശരി. പുൽപ്പള്ളിക്ക് നേരിട്ടുണ്ടാവും അല്ലേ? അവധി ആയതുകൊണ്ട് കുറവാണ്. ഇപ്പൊ അവിടെ നിന്ന് പുൽപ്പള്ളിക്ക് പോകുന്ന ദിവസം എന്ന് പറഞ്ഞാല് മാനന്തവാടി നിന്ന് പുൽപ്പള്ളി പോകുന്ന ദിവസം. ഇവിടുന്നാണ് നമ്മൾ തിരിഞ്ഞു. ഇത് പുഞ്ചവയൽ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു. ഞങ്ങൾ ദാസനക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ റോഡ് പോകുന്നത്. റോട്ടിൽ ആനക്കൊണ്ടൊക്കെ ഉണ്ട്. റോട്ടിൽ ഇവിടെ ആന വരുന്ന സ്ഥലമാണ്. പകൽ സമയത്തല്ല, രാത്രി സമയത്ത് ആന വരുന്നു. ഇത് ചുറ്റുഭാഗം എന്ന് പറഞ്ഞത് ഫോറസ്റ്റ് കവർ ചെയ്തൊരു സ്ഥലമാണ്. ഈ പനമരമാണ് വയനാടിൻ്റെ ഏറ്റവും മിഡിലുള്ളൊരു ടൗണ്. ഇവിടുന്ന് വയനാടിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗത്തേക്കും ഒരേ ഡിസ്റ്റൻസാണ്. നിങ്ങൾക്ക് മിഡിലായിട്ട് വരുന്ന സ്ഥലമാണ് ഈ ഒരു പനമരത്തിൻ്റെ ചുറ്റുഭാഗം. അതിപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിലെല്ലാം ഫോറസ്റ്റ് കവർ ചെയ്യണ ഏരിയയാണ്. പിന്നെ ഇതിൻ്റെ അവസാനം നമ്മൾ പുൽപ്പള്ളി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുൽപ്പള്ളിയിൽ നിന്ന് അപ്പുറത്തേക്ക് പിന്നെ കർണാടക ബോർഡറാണ്, പിന്നെ ഫോറസ്റ്റാണ്. അത് ഈ നാഗർഹോള ടൈഗർ റിസർവിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് ബത്തേരി സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങോട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഭാഗം വരും. അതൊക്കെ ഹോം സ്റ്റേ അങ്ങനത്തെ കുറേ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഹോം സ്റ്റേ ഒക്കെ അതപ്പോൾ അവിടെ വരുമ്പോൾ കണ്ടിരുന്നു. ഉണ്ടല്ലേ? ദാസനഗര ഇപ്പോൾ ആ റോഡ് ചെന്ന് ജോയിന്റ് ആണ്, ജംഗ്ഷനാ? അതായത് മാനന്തവാടി പുൽപ്പള്ളി ആ റോഡാണ്. അമ്മാനിക്കവല അല്ലേ? ഇന്ന് ബസ് സൈഡാക്കി ഓട്ടല്ലേ? അത് പെർമിറ്റ് ടെമ്പററി ആയിട്ട് ഓടുന്നുണ്ട്. ആ ശരി. ഓടിക്കൊണ്ടിരിക്കുക. പകരത്തിന് ഓടുന്നു. ഇതൊക്കെ കാടിന്റെ ഭാഗമാണ്. ആ കാണുന്നില്ല അങ്ങോട്ടേക്ക് അപ്പുറത്തല്ലേ? ആ
ഇവിടെ നമ്മുടെ ഫോറസ്റ്റ് ഈ അകത്തേക്കുള്ള പോകണോ? അവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് അകത്തേക്ക് ഫോറസ്റ്റ് അല്ലേ? ആനൊക്കെ വരുന്ന സ്ഥലമാണല്ലോ അവിടെ. റോഡിൽ ആനപ്പിണ്ടൊക്കെ കണ്ടല്ലോ. ഇവിടെയൊക്കെ ഉണ്ട്, എപ്പോഴും ഉണ്ടോ? വൈകുന്നേരം സമയത്തൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് രാത്രി ട്രിപ്പ് ഉണ്ടോ വണ്ടി? ഇല്ല, ഞങ്ങൾ 7 മണി വരെ ഉള്ളൂ. 7 മണി വരെ ഉള്ളൂ. നമ്മളെ വണ്ടി 2 കയറുന്നുണ്ടോ? അതിന് ലീവ് അവധിയാണ്. സാധാരണ നല്ല ആളുള്ള റൂട്ടാ. ആവറേജ് ആണല്ലോ, സീറ്റിംഗ് ഉണ്ടാവും. ഇന്നിപ്പോ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇനി വരുന്ന സ്ഥലമാണ് നീർവാരം. നീർവാരം ഇതാണ് ദാസനകര നഗരത്തിലെ സെൻട്രായിട്ടുള്ള മെയിൻ സ്ഥലം. ഇവിടെയാണ് സ്കൂളൊക്കെ ഉള്ളത്. എവിടെ? നീർവാരത്താ? നീർവാരം. ഗ്രൗണ്ടിൽ ടൂർണമെന്റ് ഒക്കെ നടക്കുന്നില്ല. ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ. ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, വടംവലി വരുന്നുണ്ട്. അതിലേറെ വയനാട് അവിടെ അതാണ് നീർവാരം സ്കൂള്. ദാസനഗരൊക്കെ ഉള്ള സ്കൂള് ഇവിടെ ഉള്ളത്. നമ്മളെ സ്കൂള് താഴെ +2 നീർവാരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നീർവാരം അവിടെയാണ് ഇപ്പോൾ ദാസനഗര എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ടുള്ള സ്കൂളും ഇതൊക്കെ ഇവിടെയാണുള്ളത്. താഴത്തേക്ക് ഹയർ സെക്കൻഡറി, നേരെ ഹയർ സെക്കൻഡറി അതില്ല താഴെ കാണുന്നത്. ഇത് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ഇവിടെ വെച്ച് ടൂർണമെൻറ്റ് നടക്കാറുണ്ട്. ഇവിടെ ഫുട്ബോൾ ടൂർണമെൻ്റ് ഒക്കെ നടക്കാറുണ്ട് ഇവിടെ നീർവാരം. കുറുവാദ്വീപിൻ്റെ സൈൻ ബോർഡാണോ എല്ലാ സ്ഥലത്തും അല്ലേ? മെയിൻ റൂട്ട് വണ്ടികൾ വരുന്ന സ്ഥലമായിരിക്കില്ലേ അല്ലേ? ബസ്സേ കാലിയായി. ഇതില്ലേ ഏത് പനമരത്ത് നിന്ന് വരുന്നത്? ആ ശരി. ഓ, അങ്ങോട്ടായിട്ട് വന്ന റോഡാണിത്. ഈ റോഡ് ടൂറിസ്റ്റിന് വേണ്ടിയിട്ടായിട്ടുള്ള റോഡാണ്. അതായത് കുറുവാദ്വീപ് സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് നിർമ്മിച്ച റോഡാണ് അത്ര ഈ റോഡ്. ഈ പ്രദേശത്ത് നെൽകൃഷിയാണ് കൂടുതലുള്ളത്. വാഴക്കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ അത് കർണാടകൻ്റെ പുറത്ത്, കർണാടകൻ്റെ അതോ ബോർഡറിന് അപ്പുറത്തേക്ക് കർണാടക, ഇപ്പുറത്തേക്കാണ്. ഇതിൻ്റെ അക്കരെ കാണുന്നതൊക്കെ ഫോറസ്റ്റാണുള്ളത്. അത് കർണാടകൻ്റെ ഭാഗമായിട്ടും കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റ്. അത് പിന്നെ കബനി റിവർ ആയിരിക്കും അതിർത്തി ഉണ്ടല്ലേ. അതിനിടയിൽ കബനി റിവർ ഒഴുകുന്നുണ്ട്. ആ റിവറാണ് കർണാടക കേരള ബോർഡർ. നമ്മളെ ചടങ്ങ് മക്കാതെ നമ്മളെ കല്യാണം വിളിച്ചിട്ട് വേർതിരിഞ്ഞു. ആ, ഞങ്ങൾ എന്നാ വിളിച്ചത്? ഇന്നലെ. അതെയോ? അങ്ങോട്ട് കാണല്ലേ? നമ്മള് ഓരോ കുടിക്കൂലോ. ഒട്ടും ചേർക്കരുത്. വെള്ളം ചേർത്താൽ വേസ്റ്റ് കാണിച്ചു. നിന്റെ കല്യാണം എപ്പോഴാ കഴിഞ്ഞേ? എന്റെ ഒരു 4-5 വർഷമായി. 5 വർഷമായോ? കൊച്ചിനെ 4 ആ കാട്ടിനുള്ളിലേക്ക് ഇതിലേക്ക് പോകുന്നത്. അങ്ങനെ അതിലൂടെ പോയോ? ദാസനഗര എത്തിയില്ലേ? ദാസൻഖര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെത്തി.
നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ബസ്സിൽ കയറണം. മെയിൻ റോഡ്. ഇപ്പോൾ നമ്മൾ ദാസൻകര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് മാനന്തവാടി പുൽപ്പള്ളി മെയിൻ റോഡാണ്. നല്ല റോഡാണ് കേട്ടോ ഭാഗത്തേക്കൊക്കെ. ഇവിടെ നമുക്ക് വേറെ ബസ് വരും. ആ ബസ്സിന് കയറിയിട്ട് നമ്മൾ പോകണം. ഓക്കെ, ഈ ബസ്സിന് തിരിച്ച് വീണ്ടും പനമരത്തേക്ക് തന്നെ പോവാണ്. ഇനി നമ്മൾ ഈ റൂട്ടിന് നേരെ മേലേക്ക് പോകുന്നത്. ആ പോകുന്ന റൂട്ടിൽ നമുക്ക് കുറച്ച് ഫോറസ്റ്റൊക്കെ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. ഫോറസ്റ്റിലേക്ക് പോകുന്നത്. കാരണം നമ്മളിന്നത്തെ ഈ ട്രിപ്പിൽ പുൽപ്പള്ളി റൂട്ടിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ്. ഇതേ വരുന്നു പ്രവാസി എന്നൊരു ബസ്. ഇത് നേരെ പുൽപ്പള്ളിയിലേക്കാണ്. അതിൽ കയറാം നമുക്ക്. പുൽപ്പള്ളി മാനന്തവാടി പുൽപ്പള്ളി. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി അവിടെ നിന്ന് നേരെ പുൽപ്പള്ളിയിലേക്ക്. കണ്ടുപോയി നിൽക്കാമല്ലോ അല്ലേ? ഓക്കെ, ഈ ബസ്സിനാണ് നമ്മളെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. ഇവിടെ നമുക്ക് കുറച്ച് ദൂരം ഫോറസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഫോറസ്റ്റിലൂടെ കുറേ ദൂരം പോകാനൊക്കെ ഉണ്ട്. നല്ല സീനിക്കായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ അങ്ങോട്ട്. നല്ല റോഡുമാണ്. ഫോറസ്റ്റ് നല്ല ഫോറസ്റ്റുകളാണ്. പുൽപ്പള്ളി മാനന്തവാടി KSRTC ബസ്. രാത്രിയിലൊക്കെ മൃഗങ്ങളുണ്ടാവുമായിരിക്കും അല്ലേ? പകലിനുണ്ടാവും. എന്ത് എന്ത് ഇവിടെ ഉണ്ടായിരുന്ന അതാ ഉണ്ടല്ലേ? രാത്രിയൊക്കെ അത് തങ്ങാൻ നിൽക്കാനുള്ളൂ അല്ലേ? ശരി. ഇവിടെ ഇപ്പൊ കാവൽമാട്. ഇപ്പൊ ഇത് വനം വകുപ്പിന്റെ ആയിരിക്കും അല്ലേ? വാച്ചർമാർ നോക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഇത് വേറെ സ്ഥലമല്ലേ? ഇത് ആദിവാസിനില്ല. എന്താണ് പേര് പറഞ്ഞ സ്ഥലത്തിന്റെ? പാക്കം. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് പാക്കം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തി. ഇവിടെ കൂടുതലായിട്ടും ആദിവാസി മേഖലയാണ്, കാർഷിക മേഖലയാണ്. നമ്മൾ ഇതിന് മുമ്പ് വരുമ്പോൾ കണ്ടിട്ടുള്ള അതേപോലത്തെ സെയിം കൃഷിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഈ ട്രൈബൽ കോളനികൾ കൂടുതലുള്ള സ്ഥലമാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഫോറസ്റ്റ് തുടങ്ങും അല്ലേ? ഓക്കെ. കുറച്ച് ദൂരം കഴിഞ്ഞാൽ വീണ്ടും ഫോറസ്റ്റിലേക്ക് തന്നെ കിടക്കും നമ്മൾ.
ഇപ്പോൾ മാനന്തവാടി പുൽപ്പള്ളി ഓടുന്ന ബസ്സായിരിക്കും അല്ലേ? രാത്രിയിലൊക്കെ ഉണ്ടോ സർവീസ്? എത്ര മണി ലാസ്റ്റ്? ഇവിടെ പുൽപ്പള്ളിയിലെ ആൾട്ടിങ് അല്ലേ? പുൽപ്പള്ളി മാനന്തവാടി നിന്നുള്ള ബസ് ഉണ്ടാവില്ലേ? എല്ലാം പുൽപ്പള്ളി തന്നെയല്ലേ? എവിടുന്ന്? മാനന്തവാടി നിന്ന് പുൽപ്പള്ളിക്ക്. ശരി. ആ ബൈക്കല്ലേ? എപ്പോൾ സംഭവിച്ചാ? ഇന്ന് ഉച്ചയ്ക്കോ? ഉച്ചയ്ക്ക് 2 മണിക്കൂർ ഒരു ആക്സിഡന്റ് നടന്നു. ബൈക്ക് വേറെ വണ്ടിയിൽ കൂട്ടിമുട്ടിയതാ? അത് പിക്കപ്പ് ഇല്ല, ബൈക്ക് മാത്രം കിടന്നു. ആൾക്ക് എന്തെങ്കിലും പറ്റിയോ? ചെറിയ ആ ശരി. ഓ ഊട്ടുപുര ചോറ്. ടൂറിസ്റ്റ് വാഹനങ്ങൾ ഇതിലൂടെ വരുന്ന കുറുവ. അതെ, കുറുവയാണ് ഇവിടുത്തെ മെയിൻ. കുറുവനെ ചുറ്റിപ്പറ്റിയുള്ള പാകം എന്ന സ്ഥലത്തിൻ്റെ പ്രധാന ജംഗ്ഷൻ ഇതാണ്. ഒരു ആദിവാസി മേഖലയാണിത്. പാകം ആദിവാസി മേഖലയാണ്. ഭാഗം കഴിഞ്ഞ് നമ്മൾ ഫോറസ്റ്റിൻ്റെ അത് ഇതിലേക്ക് വീണ്ടും കടന്നു. ഇവിടെ ചെറിയൊരു ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അവിടെ തേക്ക് മരങ്ങളൊക്കെ കൂടുതലുള്ളതാണ്. സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം നമ്മൾ ഫോറസ്റ്റിലൂടെ പോകും. രാത്രിയിലൊന്നും ഇതിലൂടെ ബസ് സർവീസ് ഇല്ലാതെ 7 മണിയോട് കൂടി അവസാനിക്കും. രാത്രി കഴിഞ്ഞാൽ പിന്നെ വന്യമൃഗങ്ങൾ ധാരാളമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആൾ നടമാട്ടം കുറവായിരിക്കും. പൊതുവെ ഈ ഭാഗത്തേക്ക് പിന്നെ ജനസമ്പർക്കം വളരെ കുറവാണ്. പുൽപ്പള്ളി അങ്ങോട്ട് എത്തുമ്പോൾ പിന്നെ ടൗണായി. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇത്രയുള്ള ദൂരങ്ങൾ മറ്റു നാടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ കുറവായിരിക്കും. ദ്വീപിലേക്ക് പോകുന്ന ഒരു റോഡാണിത്. അതിൻ്റെ ഒരു രണ്ട് മെയിൻ ഗേറ്റാണ് തോന്നുന്നുള്ളത്. അതിലൊന്ന് ഇതുവഴിയും പോകാൻ തോന്നുന്നു. കാടിൻ്റെ കാഴ്ചകൾ കണ്ടുപോകാൻ നല്ല ഭംഗി. ഏതാ ഇവിടെ ആന? നല്ല ശരി. ഇവിടെ നല്ല ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആന മാത്രമേ ഉള്ളൂ? ഈ കടുവ അങ്ങനെ എല്ലാം ഉണ്ടല്ലേ? കാട്ടുപോത്ത് ഇവിടെ ഇല്ല? പുള്ളിപ്പുലിയൊക്കെ ഉണ്ടല്ലേ? ഈ റോഡിൻ്റെ 2 സൈഡും കുറച്ച് ദൂരത്തേക്ക് വെട്ടിത്തെളിച്ച പോലെ ഉള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് നല്ല തിക്കാണ് കാട്. മുളങ്കാടുകളും മറ്റു കാട്ടുമരങ്ങളെല്ലാം മറഞ്ഞു നിൽക്കുന്ന അതാണ്. പക്ഷേ ഈ റോഡിൻ്റെ പരിസരം കുറച്ച് ദൂരത്തേക്ക് 2 സൈഡിലേക്കും കാട് വെട്ടിത്തെളിച്ച രീതിയിൽ വലിയ മരങ്ങൾ മാത്രം നിർത്തി അടിക്കാടുകളെല്ലാം വെട്ടി ഒരു വിസിബിലിറ്റി ഉള്ള പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് വീടുകളുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കുറിച്ചിപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞ് നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങി. ഫുള്ള് റൗണ്ടായിട്ട് ഫോറസ്റ്റ് അല്ല, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വില്ലേജുകൾ. അപ്പുറത്തല്ലേ ഇവിടെ കൃഷിയൊക്കെ നശിപ്പിക്കൂലേ?
ഇവിടുന്ന് അങ്ങോട്ട് കുറേ കാർഷിക മേഖലയാണ്. ഫോറസ്റ്റിന്റെ ഭാഗമാണ് അല്ലേ? മാനന്തവാടി പോകുന്ന ബസ്. ഇവിടെ നല്ല റോഡാണല്ലോ, ആദ്യം മുതലുള്ളതാണോ റോഡ്? ആദ്യമായിട്ട് വന്ന മുമ്പ് ആവറേജ് റോഡില്ലായിരുന്നു. ശരി, ഇപ്പൊ നല്ല റോഡായില്ലേ? ഒരു കടയില്ലേ ഈ ആന ഒരു 5-6 മാസമായില്ലേ ഈ കട ആന ചവിട്ടിയതാ പൊളിച്ചു വന്നിട്ട്? അത് ശരി. ഈ കട ആന വന്ന് പൊളിച്ചതിന്റെ ശേഷം പുതുക്കി പണിതാണ് അത്ര. രാവിലെ സമയത്ത് ഒരു 6 മണി സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെ റോഡിൽ ആന ഉണ്ടാവും. രാവിലെ വരുമ്പോ അല്ലേ? നിങ്ങൾക്ക് രാവിലെ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടോ? എത്ര മണിക്കാ? ഞാൻ പോകുന്ന വണ്ടി, ഞാൻ ഈ വണ്ടിയിലല്ല പോകുന്നത്, വേറെ വണ്ടിയാ? ഞങ്ങളുടെ വണ്ടി 6:30. 6:30 ഇവിടുന്ന് എടുക്കും, പുൽപ്പള്ളിയിൽ നിന്ന് എടുക്കും. ആ സമയത്തൊക്കെ വരുമ്പോ ഉണ്ടാവും അല്ലേ? കാണോ അല്ലേ? ആക്സിഡന്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ആനെ കണ്ടിട്ട്, ബൈക്ക് കൊണ്ട് വീഴുന്നതും ഇവിടെയൊക്കെ വരിക. കൂട്ടം കൂട്ടായിട്ട് വരും, എല്ലാം ഉണ്ട് അല്ലേ? ഇടിച്ചു പൊളിച്ച് ആന പോകുന്ന വഴിയൊക്കെ ഇതാ, അതാ കണ്ടോ ഇവിടെ ഈ ഭാഗത്താ? നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പോ ഇങ്ങനെ ഉള്ളു, പക്ഷെ ചുറ്റുഭാഗം കാടാ അല്ലേ? ആ ഭാഗത്തേക്കും കാടാണ്. എല്ലാം ഫുൾ ഫോറസ്റ്റിന്റെ നടുക്കൂടെയാണ് ഈ പോണത് നമ്മള്. ട്രൈബൽസ് ഉണ്ടല്ലേ? എല്ലാം കാടാണ് അല്ലേ? വേണമെന്തോ മേടിക്കാൻ വേണ്ടി പോയ കടയിൽ ബസ് വെയിറ്റിങ്. ഓടിവായോ ഓടിവാ. പെരിക്കല്ലൂർ പോകുന്ന റോഡാണത്.
പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡ്. ഇവിടെ മൊത്തം പ്രൈവറ്റ് ബസ്സാണ്. ബത്തേരി, പുൽപ്പള്ളി, പെരിക്കല്ലോ. അപ്പം എന്നാ പോയിട്ട് വരാം ചേട്ടാ. പേരെന്തായിരുന്നു? ഷാജി. പോയിട്ട് വരാം. ബൈ. കണ്ടക്ടർ അടുത്ത് പറഞ്ഞില്ലല്ലോ എവിടെ. നിങ്ങളെ പേരൊന്ന് രതീഷ്. ഓക്കെ, കാണാം കേട്ടോ. കാണാം. ഓക്കെ. ഏത്? ഞാൻ നമ്പറും തരും കേട്ടോ. അതെ, പുള്ളി നമുക്ക് പുതിയ ആൾ കിട്ടി. നമ്മൾ രതീഷ് ചേട്ടന് ആദ്യം മുതൽ നമ്മൾ വീഡിയോ കാണുന്ന ആളാണല്ലേ. എന്നെ കണ്ട റോഡിൽ കണ്ടപ്പോൾ തന്നെ എന്നെ മനസ്സിലായിരുന്നു. വണ്ടിയിൽ കയറിയപ്പോൾ ഫ്രണ്ടിൽ ശരി. ഏതായാലും ഇനി ഇവിടെയുള്ള കുറച്ച് വില്ലേജിലൊക്കെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാൻ മൊബൈൽ വിളിച്ചാൽ നമ്പറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിവേ താങ്ക് യു വെരി മച്ച് ഷാജേട്ടാ. അപ്പോൾ കാണാം കേട്ടോ. പിന്നീട് ഒരിക്കൽ വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് നമ്മളുടെ ഇത് അവസാനിപ്പിച്ചു. ഇനി അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റ് നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.